ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ റോറോ നോവ സോറോ നമ്മുടെ എല്ലാ യോങ്കോ കമാൻഡേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത ജയിക്കോ ഇല്ലയോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ യോങ്കോ കമാൻഡേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ യോങ്കോസ് മാത്രമല്ല, ആദ്യത്തെ യോങ്കോസും ഈ ലിസ്റ്റ് പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. ഞാനിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചില്ല. ഇത്ര പേര് മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാനൊരു ടാർഗറ്റ് വെക്കുകയാണ് 25 സബ്സ്ക്രൈബേഴ്സ്. ഈ ടാർഗറ്റ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കംപ്ലീറ്റ് ആക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഫോളോയും ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. എന്നാൽ ഞാൻ അധികം പറഞ്ഞു വെളുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം എന്നോട് പറയാൻ വിട്ടുപോയി, ഞാൻ കമാൻഡർ എന്ന് ഉദ്ദേശിച്ചത് റൈറ്റ് ഹാൻഡ് മാനെ മാത്രമാണ്. ലെഫ്റ്റ് ഹാൻഡ് മാനെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. ആദ്യം തന്നെ നമ്മുടെ കിങ്, നമുക്കറിയാം കിങ്ങിനെ നമ്മുടെ സോറോ ഓൾറെഡി ഡിഫീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അധികമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈഡോൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ ആയിരുന്നു കിങ്. നമ്മുടെ കിങ്ങുമായിട്ട് നമ്മുടെ സോറോ വാനോലി ഫൈറ്റ് ചെയ്യുകയോ ആ ഫൈറ്റിൽ നമ്മുടെ സോറോ നമ്മുടെ കിങ്ങിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ റൈറ്റ് ഹാൻഡ് മാനായ ഷിരിയോ. നമുക്കറിയാം ഷിരിയോ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു മുൻ മെറീന് കൂടിയാണ്. ഷിരിയുടെ കയ്യിലായിക്കോട്ടെ ഒരു ഇൻവിസിബിലിറ്റിൻ്റെ ഡെവിൽ ഫ്രൂട്ട് കൂടിയുണ്ട്. ഈ ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ സോറോന് ഒരു ഫൈറ്റിൽ നല്ല രീതിക്കുള്ള ഡിസഡ്വാൻറ്റേജ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഈ ഡെവിൽ ഫ്രൂട്ട് അത്രമാത്രം OP-യാണ്. കാരണം തൻ്റെ ഓപ്പണൻറ്റിന് തന്നെ കാണാൻ പറ്റില്ല, തൻ്റെ ഒരു മൂവ് പോലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഹാച്ചിനോസോലി നമ്മുടെ ഷിരിയോ നമ്മുടെ ഗാർപ്പിനെ സ്റ്റാബ് ചെയ്തു ഈ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ ഉപയോഗിച്ച്. കാരണം നമ്മുടെ ഗാർപ്പ് നമ്മുടെ ഷിരിയോനെ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഷിരിയോൻ്റെ കാര്യം അവിടെ തന്നെ തീർന്നേനെ. ഈ ഒരു പവറിനെ കാണുന്നത് ഞാൻ നല്ല രീതിക്കുള്ള ഒബ്സർവേഷൻ ആക്കി ആവശ്യമായിട്ട് വരും. അത് നമ്മുടെ സോറോന് ഉണ്ടെങ്കിലും നമ്മുടെ സോറോന് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ പുഷ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഈ ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ ഷിരിയോ നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയിക്കേണ്ട ഒരു കാര്യമില്ല. ഷിരിയോ അത്രമാത്രം പവർഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് വളരെ ടഫായിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സോറോ ഈ ഫൈറ്റ് തീർച്ചയായിട്ടും ജയിക്കും. കാരണം മറ്റൊന്നല്ല, നമ്മുടെ സോറോയുടെ കയ്യിലേക്കൂടെ 3 ടൈപ്പ് ഹാക്കീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൂഫിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് താൻ ആരോടും ഇനി തോക്കില്ല എന്ന്. അതുകൊണ്ട് ഈ ഫൈറ്റ് തീർച്ചയായിട്ടും നമ്മുടെ സോറോ ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അടുത്തത് നമ്മുടെ ഷാർലറ്റ് കാറ്റഗറി. നമുക്കറിയാം ബിഗ് മാമിൻ്റെ റൈറ്റ് ഹാൻഡ് മാനാണ്. അത് മാത്രമല്ല ബിഗ് മാമിൻ്റെ മകൻ കൂടിയാണ് നമ്മുടെ ഷാർലറ്റ് കാറ്റഗറി. നമുക്കറിയാം ഷാർലറ്റ് കാറ്റഗറി നമ്മുടെ സോറോ ആയിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ലൂഫി ആയിട്ടാണ്. ലൂഫി ആയിട്ടുള്ള ഫൈറ്റിന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഷാർലറ്റ് കാറ്റഗറി വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ലൂഫിക്ക് കാറ്റഗറിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് കാറ്റഗറി അവിടെ നമ്മുടെ ലൂഫിക്ക് വിട്ടുകൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നിയത് ആ ഫൈറ്റ് കണ്ടിട്ട്. അത് മാത്രമല്ല, നമ്മുടെ കാറ്റഗറിക്ക് ആയിക്കോട്ടെ 3 ടൈപ്പ് ഹാക്കീസ് ഉണ്ട്. അതിൽ ഒബ്സർവേഷൻ ഹാക്കി ആയിക്കോട്ടെ പീക്ക് ലെവലിലാണുള്ളത്. നമ്മളത് കണ്ടിട്ടുണ്ട് നമ്മളെ ഓൾക്കേ കാലൻഡിൽ. ഈ കാറ്റഗറി ആയിട്ട് നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം നമ്മുടെ കിങ് നമ്മുടെ കാറ്റഗറിയെക്കാളും പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കിങ് ഒരു ലുണേറിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കിങ്ങിന് പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഫൈറ്റിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാറ്റഗറിക്ക് നല്ല രീതിക്കുള്ള അഡ്വാൻറ്റേജസ് ഒന്നും ഫൈറ്റിലില്ല. കാറ്റഗറി മുഴുവൻ ട്രെയിനിങ് ചെയ്തിട്ട് അച്ചീവ് ചെയ്ത സ്കിൽസ് വെച്ചാണ് നമ്മുടെ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ കാറ്റഗറിയുടെ ഡെവിൽ ഫ്രൂട്ട് തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് ഡെവിൽ ഫ്രൂട്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ആ ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ കാറ്റഗറി എത്ര OP ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, നല്ല രീതിക്ക് കോൺഗ്രസ് ആക്കി യൂസ് ചെയ്യാനും നമ്മുടെ കാറ്റഗറിക്ക് അറിയായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ എൽബാഫിലുള്ള സോറോ നമ്മുടെ വാനോയിലുണ്ടായിരുന്ന സോറോയിൽ നിന്നും ഒരുപാട് പവർഫുള്ളായി മാറിയിട്ടുണ്ട്. കാരണം മറ്റൊന്നല്ല, നമ്മൾ എഗ്ഗിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ റോബ് ലൂച്ചനെ വൺ ഷോട്ട് ചെയ്യുന്നതും നെസ്റ്റ്റോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഒരു വലിയ വലിയ ഫീറ്റ്സ് നമ്മൾ സോറോയിൽ നിന്ന് നമ്മുടെ എഗ്ഗിട്ട് ഹാലൻഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സോറോ വാനോയിലെ സോറോയിൽ നിന്ന് ഒരുപാട് പവർഫുള്ളായി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സോറോനെ നമ്മുടെ കാറ്റഗറി ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ കാറ്റഗറീനെ വേണമെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഇത് ചിലപ്പോൾ ഒരു ടഫ് ഫൈറ്റ് ആയിരിക്കും. എന്നിരുന്നാലും വേണമെങ്കിൽ അവസാനം നമ്മുടെ സോറോ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ഒരുപക്ഷെ നമ്മുടെ കാറ്റഗറി നമ്മുടെ ലൂഫിക്ക് വിട്ടുകൊടുത്തതുപോലെ ഒരുപക്ഷെ നമ്മുടെ സോറോനും അവസാനം ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലാതെ വീണ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ മാർക്കോ ആണ്. നമുക്കറിയാം മാർക്കോ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ ആയിരുന്നു. മാർക്കോ എത്രമാത്രം പവർഫുൾ ആണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വാനോ ആർക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ കിങ്ങിൻ്റെ കൂടിയും ക്യൂനിൻ്റെ കൂടിയും ഒറ്റക്കാണ് നമ്മുടെ മാർക്കോ ഫൈറ്റ് ചെയ്യുന്നത്. അത് വെച്ച് തന്നെ നമുക്ക് മാർക്കോയുടെ ലെവലത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ ക്യൂനും കിങ്ങും എത്രമാത്രം പവർഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാഞ്ചിയും സോറോയും ചേർന്നാണ് ഇവർ 2 പേരും ഡിഫീറ്റ് ചെയ്യുന്നത്. ഇവരുമായിട്ടാണ് നമ്മുടെ മാർക്കോ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കോയുടെ ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുമാത്രമല്ല, നമ്മുടെ മാർക്കോ ആയിക്കോട്ടെ മെറീൻ ഫോറിലെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ അഡ്മിറൽസുമായിട്ടും ക്ലാഷ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മാർക്കോ നമ്മുടെ ഒരു അഡ്മിറൽ ലെവൽ ക്യാരക്ടർ ആയിരിക്കും എന്നാണ്. ഏകദേശം ഒരു ഗ്രീൻ ബുളിൻ്റെയോ അല്ലെങ്കിൽ ഫൂജിറ്റോറിൻ്റെയോ അത്ര പവർ നമ്മുടെ മാർക്കോനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കോനെ വേണമെങ്കിൽ ഒരു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് റൈറ്റ് ഹാൻഡ് മാൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, നമുക്കറിയാം മാർക്കോൻ്റെ ഡെവിൽ ഫ്രൂട്ട് ഒരു മിത്തിക്കൽ സോയാൻ ടൈപ്പ് ഡെവിൽ ഫ്രൂട്ടാണ്. ഈ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ വെച്ച് ഏത് തരത്തിലുള്ള ഇഞ്ചുറീസും നമ്മുടെ മാർക്കോനെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഹീൽ ചെയ്യാൻ എബിലിറ്റി ഉള്ളൊരു ക്യാരക്ടറുമായിട്ട് നമ്മൾ സോറോ ഫൈറ്റ് ചെയ്താൽ എന്തായിരിക്കും നടക്കുക?
ഇവർക്ക് രണ്ടുപേർക്കിടയിൽ നല്ല ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഫൈറ്റിൻ്റെ അവസാനം നമ്മുടെ സോറോന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മാർക്കോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം മറ്റൊന്നല്ല, നമ്മുടെ മാർക്കോയുടെ ഡെവിൾ ഫ്രൂട്ട് തന്നെയാണ്. മാർക്കോയുടെ ഡെവിൾ ഫ്രൂട്ട് വളരെ പവർഫുള്ളാണ്. നമ്മുടെ സോറോ കൊടുക്കുന്ന ഓരോ കട്ട്സും വേണമെങ്കിൽ നമ്മുടെ മാർക്കോന് ഈസി ആയിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റിയേക്കും. എന്നിരുന്നാലും നമ്മുടെ സോറോയുടെ കയ്യിൽ കോൺഗ്രസ് ആക്കിയുണ്ട്. കോൺഗ്രസ് ആക്കി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മാർക്കോന് ആ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സോറോനി എത്ര ഈസി ആയിട്ട് നമ്മുടെ മാർക്കോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു പക്ഷേ ഈ ഫൈറ്റിൻ്റെ അവസാനം നമ്മുടെ സോറോ നമ്മുടെ മാർക്കോയുടെ കൈകൊണ്ട് ഡിഫീറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ മാർക്കോയുടെ ഒബ്സർവേഷൻ ആക്കിയതിനെക്കുറിച്ചോ അതുപോലെ തന്നെ ആർമമെൻ്റ് ആക്കിയതിനെക്കുറിച്ചോ നമുക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ അറിയില്ല. ഇതിലും നമ്മുടെ മാർക്കോ നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോറോന് ആ ഫൈറ്റിൽ ഒരു ചാൻസോ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഫൈറ്റ് ഞാൻ പറയുന്നത് നമ്മുടെ മാർക്കോ ജയിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ ബെൻ ബെക്ക്മാൻ. നമുക്കറിയാം നമ്മുടെ ബെൻ ബെക്ക്മാൻ്റെ പവർ ഒന്നും തന്നെ റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ബെൻ ബെക്ക്മാനെ കണക്ക് കൂട്ടുന്നത് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ എന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ ഷാങ്ക്സിൻ്റെ അത്ര തന്നെ പവർഫുള്ളാണ് നമ്മുടെ ബെൻ ബെക്ക്മാൻ എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മൾ കണ്ടിട്ട് നമ്മുടെ മെറീൻ ഫോർഡ് ആർക്കിൽ നമ്മുടെ ബെൻ ബെക്ക്മാനെ കണ്ടിട്ട് നമ്മുടെ കീസര് ഒന്നും ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അഡ്മിറൽ തന്നെ നമ്മുടെ ബെക്ക്മാനെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കണമെങ്കിൽ നമ്മുടെ ബെക്ക്മാൻ്റെ ലെവലൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു ഒറ്റ സീനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബെക്ക്മാൻ എത്രമാത്രം പവർഫുള്ളാണെന്ന്. അപ്പോൾ ഈ ഫൈറ്റ് നമ്മുടെ സോറോയുടെ കയ്യിൽ നിൽക്കില്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ബെക്ക്മാൻ്റെ പവേഴ്സും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ രണ്ട് ഫീൽഡ്സ് തന്നെ മതി നമ്മുടെ ബെക്ക്മാൻ എത്രമാത്രം പവർഫുൾ ആയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. ഇനിയൊരു പക്ഷേ നമ്മുടെ സോറോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സോറോ നല്ല ടഫായിട്ടുള്ള ഫൈറ്റ് കൊടുക്കുമെങ്കിലും നമ്മുടെ സോറോനെ ഇപ്പം നമ്മുടെ ബെക്ക്മാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നമ്മുടെ സോറോ നമ്മുടെ ബെക്ക്മാനെ സർപ്പാസ് ചെയ്ത് ബെക്ക്മാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നതായിരിക്കും. അതൊരു പക്ഷേ ഈ എൽബ ഫാർക്ക് തന്നെ നടക്കുകയും ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ബഗിയുടെ റൈറ്റ് ഹാൻഡ്മാൻ എന്നും പറയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ മീഹോക്ക്, നമ്മുടെ സോറോയുടെ ലൈഫ് ലോങ് റൈവൽ. നമുക്കറിയാം സോറോയുടെ ഡ്രീം തന്നെ നമ്മുടെ മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്ത് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സ്പോർട്സ്മാൻ ആകുക എന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ നടക്കാൻ പോകുന്ന ഫൈറ്റ് നമുക്കറിയാം ഒബ്വിയസ്ലി സോറോ തന്നെ വിജയിക്കുമായിരിക്കും നമ്മുടെ ഫൈനൽ ബാറ്റിൽ. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ സോറോയും അതുപോലെ തന്നെ മീഹോക്കും തമ്മിൽ ഫൈറ്റ് നടന്ന മീഹോക്ക് ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം നമ്മുടെ മീഹോക്ക് ഏകദേശം ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നിരുന്നാലും കൂടി നമ്മുടെ മീഹോക്കിൻ്റെ പവേഴ്സ് ഒന്നും നമുക്ക് ഇതുവരെ റിവീൽ ചെയ്ത് കാണിച്ച് തന്നിട്ടില്ല. പക്ഷേ നമ്മുടെ മീഹോക്കിൻ്റെ റെപ്യൂട്ടേഷൻ വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മീഹോക്ക് പവർഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം വേൾഡ് ഗവൺമെൻറ് ആകെ സ്പെഷ്യൽ ടൈറ്റിൽസ് നൽകിയിട്ടുള്ളത് ആകെ 4 പേർക്ക് മാത്രമാണ്. ആ 4 പേരിൽ ഒരാളാണ് നമ്മുടെ മീഹോക്ക്. വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സ്പോർട്സ്മാൻ എന്നാണ് നമ്മുടെ മീഹോക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടൈറ്റിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് മീഹോക്കിന് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കില്ലല്ലോ. അത് മാത്രമല്ല, നമ്മുടെ മീഹോക്ക് ആയിക്കോട്ടെ നമ്മുടെ ഷാങ്സുമായിട്ട് ഒരുപാട് തവണ ക്ലാഷ് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റ് എല്ലാം തന്നെ ഡ്രോയിലാണ് അവസാനിച്ചതെന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മീഹോക്ക് വളരെ പവർഫുൾ ആണെന്ന്. കാരണം ഷാങ്സിൻ്റെ പവർ ലെവൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാങ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ഡ്രോ പിടിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ മീഹോക്ക് എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സോറോയും നമ്മുടെ മീഹോക്കും നമ്മൾ ഫൈറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല സോറോന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഫൈറ്റിൽ നമ്മുടെ സോറോ ഡിഫീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ എല്ലാ റൈറ്റ് ഹാൻഡ്മാനെയും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബൈ.